ഭൂരിപക്ഷ പ്രീണനം നടത്തി കേരളത്തെ വിഭജിച്ച് 4 വോട്ടെങ്ങനെയും കൈക്കലാക്കാമെന്നുള്ള CPM-ന്റെ വർഗീയ അജണ്ടയുടെ ഭാഗമാണ് സജി ചെറിയാന്റെ പ്രസ്താവന. അതുകൊണ്ട് തന്നെ ഈ സജി ചെറിയാനെ പോലെയുള്ള ഇതുപോലെ നിരുത്തരവാദപരമായി പ്രസ്താവിക്കുന്ന ഭരണഘടന കുന്തവും കുടച്ചക്രവുമാണെന്ന് പറയുന്ന മന്ത്രിമാരെന്നുള്ളതല്ല, അദ്ദേഹം എന്നൊരു പൊതുപ്രവർത്തകനായി കേരളത്തിൽ നിലകൊള്ളാൻ മാത്രം ഒരു യോഗ്യരല്ല എന്ന് യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുക. സത്യത്തിൽ കേരളത്തിന്റെ സ്പീക്കറൊക്കെ എന്ത് നോക്കിക്കുക? കേരളത്തിലെ സ്പീക്കറൊക്കെ വലിയ എത്തിക്സ് പറയുന്ന ആളാണല്ലോ, എത്തിക്സ് കമ്മിറ്റിക്ക് അങ്ങ് വിടുന്ന ആളാണല്ലോ. എന്തിയെ കേരളത്തിന്റെ സ്പീക്കർ AN ഷംസീറിന് സജി ചെറിയാന്റെ പ്രസ്താവന മനസ്സിലായില്ലേ? കേരളത്തിലെ സ്പീക്കർ AN ഷംസീറിന് സജി ചെറിയാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഇന്ത്യ എത്തിക്സ് ഇല്ലേ? കേരളത്തിലെ സ്പീക്കർക്ക് എത്തിക്സ് ഇല്ലേ? സജി ചെറിയാൻ ഒരു നോട്ടീസ് കൊടുക്കാൻ ഇതുപോലെ ഭരണഘടനയിൽ ഒപ്പിട്ട് കേരളത്തിന്റെ നിയമസഭയിൽ ഇരിക്കുന്ന ഇതുപോലെ വർഗീയ കാർഡ് ഇറക്കി കേരളത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ഈ പ്രതിനിധിക്കെതിരെ ഒരു നോട്ടീസ് അയക്കാനോ എത്തിക്സ് കമ്മിറ്റിക്ക് വിടാനോ എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്താനെങ്കിലും കേരളത്തിന്റെ സ്പീക്കർക്ക് സാധിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് കേരളത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന CPM-ന്റെ ഈ പ്രവൃത്തിക്കെതിരെയുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് രേഖപ്പെടുത്തുകയാണ്. ഒരു തരത്തിലുള്ള വർഗീയതയും ഈ കേരളത്തിൽ ഉണ്ടാകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഈ രാജ്യത്ത് വർഗീയത എന്നൊക്കെ ഉണ്ടായിട്ടുണ്ടോ അന്നൊക്കെ ഈ രാജ്യം വിഭജിക്കപ്പെട്ടു. ഈ രാജ്യം വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് കോൺഗ്രസ് ദുർബലമായപ്പോഴാണ് രാജ്യം വിഭജിക്കപ്പെട്ടത്. അതുകൊണ്ട് ഒരു കാരണവശാലും കേരളത്തെ വിഭജിക്കാനോ കേരളത്തെ വർഗീയമായി വെട്ടിക്കീറാനോ ഈ സജി ചെറിയാനെന്നല്ല, CPM എന്നല്ല, BJP എന്നല്ല, ഒരുത്തനെയും, ഒരു ന്യൂനപക്ഷ വർഗീയതക്കാരെയും ഒരു ഭൂരിപക്ഷ വർഗീയതക്കാരെയും കേരളത്തിൽ സമ്മതിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് യൂത്ത് കോൺഗ്രസിനുള്ളത്. CPM കരുതിക്കൂട്ടി ചെയ്യുന്നതാണ്. ഈ തിരഞ്ഞെടുപ്പിന് മുമ്പായി ഈ നാടിനെ എങ്ങനെയും വർഗീയമായി വേർതിരിക്കുക, ഈ നാട്ടിലെ ഭൂരിപക്ഷ പ്രീണനം നടത്തി ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുക, RSSനേക്കാൾ മുകളിൽ എങ്ങനെയെങ്കിലും ഇവിടെ വർഗീയത പറയുക. അങ്ങനെ ഒരു വർഗീയ കോമര പ്രസ്ഥാനമായി കേരളത്തിലെ CPM മാറി. പിണറായി വിജയനാണ് അതിന് കുടപിടിച്ചു കൊടുക്കുന്നത്. പിണറായി വിജയൻ പറയാതെ സജി ചെറിയാൻ പറയോ? പിണറായി വിജയൻ പറയാതെ AK ബാലൻ പറയോ? പിണറായി വിജയൻ പറയാതെ MV ഗോവിന്ദനെ തള്ളി പറയാതിരിക്കുമോ? എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ഗൂഢ ഉദ്ദേശമാണ്. പിണറായി വിജയൻ സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി RSSന്റെ മുമ്പിൽ കേരളത്തെ അടിയറവ് വയ്ക്കാൻ ശ്രമിക്കുകയാണ്. സ്വന്തം കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ RSSന് മുമ്പിൽ അടിയറവ് വയ്ക്കുകയാണ് പിണറായി വിജയൻ. അങ്ങനെ അടിയറവ് വെക്കുന്നതിന്റെ ഭാഗമാണ് ഈ സജി ചെറിയാനെ പോലുള്ള ഈ കൂലി പൊതുപ്രവർത്തകരെ കൊണ്ട്, അല്ലെങ്കിൽ ഈ പിണറായി വിജയന്റെ ആടുതല്ലികളെ കൊണ്ട് ഈ വർഗീയത പറയിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും കേരളത്തെ ഇങ്ങനെ വെട്ടിമുറിക്കാൻ, വർഗീയമായി വേർതിരിക്കാൻ സജി ചെറിയാനെന്നല്ല, പിണറായി വിജയൻ എന്നല്ല, ഇവരെ കൊണ്ട് ആരെക്കൊണ്ടും സമ്മതിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് കേരളത്തിന്റെ മതേതര നിലപാടാണ്. ആ മതേതര നിലപാട് ഞങ്ങൾ മുറുക്കെ പിടിക്കും. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് പ്രസ്താവന ഉണ്ടായി. നിങ്ങൾക്കും കിട്ടി, നിങ്ങളത് റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു സംശയം വേണ്ട, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിന്റെയും UDFന്റെയും ശബ്ദമാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറും UDFന്റെ ചെയർമാനും എന്ന് പറഞ്ഞാൽ UDFന്റെയും കോൺഗ്രസിന്റെയും ശബ്ദവും മുഖവുമാണ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ഒറ്റതിരിഞ്ഞാക്രമിക്കാൻ യൂത്ത് കോൺഗ്രസ് സമ്മതിക്കില്ല. ഉറച്ച നിലപാടാണ്. ആര് പ്രതിപക്ഷ നേതാവിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചാലും അവർക്കെതിരാണ് ഞങ്ങളുടെ നിലപാട്. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിനെ വർഗീയ ചാപ്പ കുത്താൻ ആരും ഇവിടെ ശ്രമിക്കേണ്ടതില്ല. കാരണം അദ്ദേഹം സെക്യുലറിസം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അത് അദ്ദേഹം ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം കോൺഗ്രസിന്റെ ശബ്ദമാണ്, പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം UDFന്റെ ശബ്ദമാണ്. പ്രതിപക്ഷ നേതാവിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ പ്രതിരോധിക്കാൻ യൂത്ത് കോൺഗ്രസ് ഉണ്ടാവും. ഇല്ല, അങ്ങനെയല്ല. KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോട് വ്യക്തിപരമായി പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. KPCC പ്രസിഡന്റ് പറഞ്ഞത് വ്യക്തിപരമായി പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അത് ശരിയല്ല എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. ഞങ്ങൾ കുറച്ചുകൂടി കടുപ്പിച്ച് പറയുന്നു. KPCC പ്രസിഡന്റ് പറഞ്ഞതിനോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് ഞങ്ങൾ പറയുന്നു,
കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതിനെതിരെ ശക്തമായ പ്രതിരോധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ UDFന്റെ മുഖവും ശബ്ദവുമാണ്. അല്ല, അങ്ങനെയല്ല. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് എതിരെ വന്ന പ്രസ്താവനയോട് കൃത്യമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഞങ്ങൾ ഒരു ജാതിമത അല്ലെങ്കിൽ സാമുദായിക സംഘടനകളുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താനോ ഞങ്ങൾ അങ്ങനെയുള്ള ഒരു പ്രതിഷേധ മാർഗങ്ങളിലിട്ടോ പോകാറില്ല. മുന്നേ എന്തെങ്കിലും പോയിട്ടുണ്ടോ? കോൺഗ്രസ് പാർട്ടി ഒരിക്കലും പോയിട്ടില്ല. അത് ഞങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല. ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ പ്രതിഷേധം പറയുന്നുണ്ട്. പിന്നെ കേരളത്തിലെ മത സാമുദായിക സംഘടനാ നേതാക്കന്മാർ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് കോൺഗ്രസിന് പറയാൻ സാധിക്കില്ല. അവർ ചിലപ്പോൾ അവരുടെ വ്യക്തിപരമായ നിലപാട് പറയുന്നുണ്ടാവും, ചിലപ്പോൾ ആ സംഘടനകൾ ഞങ്ങൾക്ക് എതിരായി ചില കാര്യങ്ങളിൽ നിലപാട് പറയുന്നുണ്ടാവും, ചിലപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ പറയുന്നുണ്ടാവും. ഞങ്ങൾ ഒരിക്കലും അവരെ ഗൈഡ് ചെയ്യാനോ ഞങ്ങൾ ഒരിക്കലും അവരെ ഡിക്റ്റേറ്റ് ചെയ്യാനോ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. അവർക്ക് ഓരോ കാര്യങ്ങളും അവരുടേതായ നിലപാടുണ്ട്. പക്ഷേ ഏത് പ്രസ്താവന നടത്തുമ്പോഴും അത് യോജിപ്പ് രേഖപ്പെടുത്തുമ്പോഴും വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോഴും മാന്യമായ ഭാഷ സംസാരിക്കുക എന്നുള്ളത് ഏറ്റവും മാന്യമായ ഒന്നാണ്. അത് ആരുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷെ ഞങ്ങൾ ആരെയും ഒരു വ്യക്തിപരമായി ഒരു മതസമുദായിക സംഘടനാ നേതാക്കന്മാരെ ഇന്നേ വരെ ഞങ്ങൾ ആരെങ്കിലും നികൃഷ്ട ജീവി എന്ന് വിളിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും കുലംകുത്തി എന്ന് വിളിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ പത്തനംതിട്ടയിലെ തിരുമേനിനെ വിളിച്ചതുപോലെ ഞങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? കോൺഗ്രസിന്റെ സംസ്കാരത്തിന്റെ ഭാഗമല്ല. പക്ഷേ ആര് പ്രസ്താവന യോജിപ്പ് രേഖപ്പെടുത്തുമ്പോഴും വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോഴും അത് മാന്യമായിട്ട് വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു കാര്യം പറയുന്നു, പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ കോൺഗ്രസിന്റെ UDFന്റെ മുഖവും ശബ്ദവുമാണ്. അദ്ദേഹത്തിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ യൂത്ത് കോൺഗ്രസ് നിലപാടാണ് പറഞ്ഞത്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് ഇതാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ, ഞാനിപ്പോ 4ാമത്തെ പ്രാവശ്യമാണ് ഇത് പറയുന്നത്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ യൂത്ത് കോൺഗ്രസ് സമ്മതിക്കില്ല. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് വേണ്ട പ്രതിരോധം തീർക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാകും. അദ്ദേഹത്തിന് എതിരെ വരുന്ന ഏതാക്രമണങ്ങൾ അത് ആരുടെ ഭാഗത്തുനിന്നും, അത് CPM ആയിക്കൊള്ളട്ടെ, BJP ആയിക്കൊള്ളട്ടെ, മറ്റുള്ള ആളുകളായിക്കൊള്ളട്ടെ, ആരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനമുണ്ടാവും. അദ്ദേഹം കേരളത്തിലെ UDFന്റെ ശബ്ദവും മുഖവുമാണ്. പിന്നെ ഒരു കാര്യം ഇവിടെ, നമ്മൾ ഈ വയനാടുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങൾക്ക് ചോദ്യമൊന്നുമില്ല. കാരണം ഞാൻ ഇതിനു മുമ്പേ നടത്തിയ പത്രസമ്മേളനങ്ങളിൽ മുഴുവൻ ചോദ്യങ്ങളാണ്. ഇന്നലെ വയനാടുമായി ബന്ധപ്പെട്ട ആദ്യ ഗഡു ഞങ്ങൾ കൈമാറിയിട്ടുണ്ട്. 1,05,00,000 രൂപ KPCCയുടെ ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ അതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കുള്ള പണവും ഞങ്ങൾ നൽകുന്നതാണ്. KPCC ഭൂമി കണ്ടെത്തി അവിടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചു. ഉടനെ തന്നെ തറക്കല്ലിടൽ ചടങ്ങുകളും ഉണ്ടാവുന്നതാണ്. വയനാടുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രോമിസ് ഞങ്ങൾ നിറവേറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞങ്ങൾ 100 വീടുകൾ പറഞ്ഞു. ആ 100 വീടുകൾ പൂർത്തീകരിക്കും. അതിനകത്ത് യൂത്ത് കോൺഗ്രസിന്റെ വീടുകളും ഉണ്ടാകും. ഞങ്ങൾ ഞങ്ങളുടെ പ്രോമിസ് നിറവേറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇന്നും സർക്കാരിന്റെ വീട് പണി എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് നടക്കുന്നു എന്നുള്ള ഉത്തരം മാത്രമാണുള്ളത്. എനിക്ക് അതിലുപരി ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിലും ചോദിച്ചതാണ്. വയനാടിന്റെ പുനരധിവാസ പദ്ധതി ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുത്തത് ഏത് ടെൻഡറിന്റെ അടിസ്ഥാനത്തിലാണ്? വയനാട് പുനരധിവാസ പദ്ധതി ULCCSന് കൊടുത്തത് ഏത് ടെൻഡറിന്റെ അടിസ്ഥാനത്തിലാണ്? എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ പണിയുന്ന, ഇപ്പോ ഞങ്ങൾ 100 വീട് പണിതു കൊടുക്കുന്നുണ്ട്, മുസ്ലിം ലീഗ് 100 വീട് പണിതു കൊടുക്കുന്നുണ്ട്. അപ്പൊ 200 വീടായി. ആകെയുള്ള ബെനിഫിഷ്യറി ഞാൻ മനസ്സിലാക്കുന്നത് 450 മറ്റാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 280 വീടുകളോളമാണ് സർക്കാരിന് പണിതു കൊടുക്കേണ്ടതുള്ളൂ. ആ 250-ൽ തന്നെ 100 വീടിനുള്ള തുക കൊടുത്തത് കർണാടക സർക്കാരാണ്. അത് പക്ഷേ നമുക്ക് ടെക്നിക്കലി പറഞ്ഞാൽ സർക്കാരാണെങ്കിലും അത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായതുകൊണ്ട് കർണാടക സർക്കാർ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയും കേരളത്തിലുണ്ടായ ഒരു വിപത്ത്, ആ വിപത്തിൽ അവരുടെ ഒരു കൈസഹായവുമാണ് അവർ ചെയ്തത്. അപ്പോൾ ഈ 250 വീടുകളാണ് അല്ലെങ്കിൽ 300 വീടുകളാണ് സർക്കാരിന് അവിടെ പണിയേണ്ടതുള്ളൂ. എന്താണ് 780 കോടി രൂപയ്ക്ക് സർക്കാർ വയനാട്ടിൽ ചെയ്യാൻ പോകുന്നത്? ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് ഈ പണം ചെയ്യാൻ പോകുന്നത്?
ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഏത് ടെൻഡറിന്റെ അടിസ്ഥാനത്തിലാണ് വയനാട് പുനരധിവാസ പദ്ധതി കൊടുത്തത്? ഞങ്ങൾ ആ ചോദ്യം വീണ്ടും പൊതുസമൂഹത്തിന് മുമ്പിൽ ചോദിക്കുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ 9.5 കൊല്ലത്തിനുള്ളിൽ ഊരാളുങ്കലിന് കൊടുത്ത പ്രൊജക്ടുകൾ, അതും ടെൻഡർ ഇല്ലാതെ കൊടുത്ത പ്രൊജക്ടുകളുടെ എണ്ണം എത്രയാണ്? അപ്പോ ഇതിനെപ്പറ്റി സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നും ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കലിന് കൊടുത്ത പദ്ധതികളെ പറ്റിയുള്ള സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. വയനാട് പുനരധിവാസ പദ്ധതി ഊരാളുങ്കലിന് കൊടുത്തതിന്റെ ടെൻഡർ രേഖ പുറത്തുവിടണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. വയനാട് പുനരധിവാസ പദ്ധതിയുടെ എത്ര കോടി രൂപയുടെ പദ്ധതിയാണ് ഊരാളുങ്കലിന് കൊടുത്തത് എന്ന് പറയാൻ സർക്കാർ തയ്യാറാകണം. അതും കൂടെ ഞാൻ ഈ പത്രസമ്മേളനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. എന്താ പറയാ, ആദ്യം ആ കാര്യത്തിൽ ഐക്യം ഉണ്ടാകേണ്ടവർ തമ്മിൽ ഒരു ഐക്യം ഉണ്ടാകട്ടെ. കാരണം ഇന്നലെ NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ ആരും സതീശനെതിരല്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ശ്രീ VD സതീശൻ കേരളത്തിലെ മതേതരവാദികളുടെ മുഖമാണ്, കോൺഗ്രസിന്റെ മുഖമാണ്, UDFന്റെ മുഖമാണ്. അദ്ദേഹത്തെ ആരൊറ്റതിരിഞ്ഞ് ആക്രമിച്ചാലും, അദ്ദേഹത്തിനെതിരെ എന്ത് പ്രസ്താവന നടത്തിയാലും അതിനെതിരാണ് ഞങ്ങളുടെ നിലപാട്. അത് പ്രതിഷേധാർഹമാണ്, അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.